നാല് തരത്തിലുള്ള സെന്റൻസസ് ആണ് ഇംഗ്ലീഷിലുള്ളത്. സിമ്പിൾ, കോംപ്ലക്സ്, കോമ്പൗണ്ട്, കോമ്പൗണ്ട് കോംപ്ലക്സ്. ഇതെല്ലാം എന്താണ്? ഒരു സെന്റൻസ് കണ്ടു കഴിഞ്ഞാൽ അത് സിമ്പിൾ ആണോ, കോംപ്ലക്സ് ആണോ, കോമ്പൗണ്ട് ആണോ, ഇതെങ്ങനെ തിരിച്ചറിയാം? ഇതെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും അത് കണ്ടു നോക്കൂ. കോമ്പറ്റേറ്റീവ് എക്സാംസിന് പലപ്പോഴും ഒരു ടൈപ്പിലുള്ള സെന്റൻസ് തന്ന് അതിനെ മറ്റൊരു ടൈപ്പിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ, അതായത് സെന്റൻസ് ട്രാൻസ്ഫോർമേഷൻ, അതുമായി ബന്ധപ്പെടുത്തിയ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഒരു സിമ്പിൾ സെന്റൻസ് തന്നിട്ടുണ്ടാവും, എന്നിട്ട് തന്ന ഓപ്ഷൻസിൽ നിന്ന് നിങ്ങൾക്ക് അതേ മീനിങ് വരുന്ന ഒരു കോമ്പൗണ്ട് സെന്റൻസോ കോംപ്ലക്സ് സെന്റൻസോ സെലക്ട് ചെയ്യേണ്ടി വരും. തിരിച്ചും വരാം, അതായത് ഒരു കോംപ്ലക്സ് സെന്റൻസ് തന്ന് അതിനെ ഒരു സിമ്പിൾ സെന്റൻസോ ഒരു കോമ്പൗണ്ട് സെന്റൻസോ ആക്കാനുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാവാറുണ്ട്. ഒരു സിമ്പിൾ സെന്റൻസിനെ എങ്ങനെ ഒരു കോംപ്ലക്സ് സെന്റൻസിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാം, അതിനാവശ്യമായ ടിപ്സ് ആണ് ഇന്നത്തെ ലെസണിലുള്ളത്. വീഡിയോ മുഴുവൻ കാണുക. ഇത് ഇഷ്ടമാവുന്നവർ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ദേ ആസ്ക്ഡ് മീ ടു ലീവ്. അവരെന്നോട് പോവാൻ ആവശ്യപ്പെട്ടു. ഇത് ഏത് തരത്തിലുള്ള സെന്റൻസ് ആണ്? ഒരു സെന്റൻസ് കണ്ടു കഴിഞ്ഞാൽ അത് സിമ്പിൾ ആണോ, കോംപ്ലക്സ് ആണോ, കോമ്പൗണ്ട് ആണോ എന്ന് മനസ്സിലാക്കാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ സെന്റൻസിൽ എത്ര ഫൈനൈറ്റ് വെർബ്സ് ഉണ്ട് എന്ന് നോക്കുന്നതാണ്. ഒരു സിമ്പിൾ സെന്റൻസിൽ ഒറ്റ ഫൈനൈറ്റ് വെർബ് മാത്രമേ കാണൂ. ഒരു ക്ലോസ് മാത്രമുള്ള സെന്റൻസ് ആണ് ഒരു സിമ്പിൾ സെന്റൻസ്. ഒരു ക്ലോസിൽ ഒരു ഫൈനൈറ്റ് വെർബ്, അതാണ് റൂള്. ഒരു സിമ്പിൾ സെന്റൻസിൽ അതുകൊണ്ട് തന്നെ ഒരു ഫൈനൈറ്റ് വെർബ് മാത്രമേ കാണൂ. ഫൈനൈറ്റ് വെർബ് എന്ന് പറയുമ്പോൾ എന്താ? സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നതിനനുസരിച്ച്, അതുപോലെ ടെൻസ് അനുസരിച്ച് രൂപം മാറുന്ന വെർബ്സിനാണ് നമ്മൾ ഫൈനൈറ്റ് വെർബ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ സബ്ജക്റ്റ് എന്ത് തന്നെ ആയാലും ടെൻസ് എന്ത് തന്നെ ആയാലും ഒരു ചേഞ്ചും വരാത്ത വെർബ്സിന് നമ്മൾ നോൺ ഫൈനൈറ്റ് വെർബ്സ് എന്ന് പറയും. ഇൻഫിനിറ്റീവ്സ്, ING ഫോംസ്, അതുപോലെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ, V3 എന്ന് നമ്മൾ പറയുന്നത്, അതെല്ലാം നോൺ ഫൈനൈറ്റ്സ് ആണ്. ഒരു സെന്റൻസിൽ ഒരു ഫൈനൈറ്റ് വെർബിന് പുറമെ ഒന്നോ അതിൽ കൂടുതലോ നോൺ ഫൈനൈറ്റ് വെർബ്സ് ഉണ്ടായിരിക്കാം. അത് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു സെന്റൻസിൽ എത്ര ഫൈനൈറ്റ് വെർബ്സ് ഉണ്ട് എന്ന് മാത്രമാണ് നിങ്ങൾ നോക്കേണ്ടത്. ഒരു സെന്റൻസിൽ ഒരു ഫൈനൈറ്റ് വെർബ് മാത്രമേ ഉള്ളൂവെങ്കിൽ അതൊരു സിമ്പിൾ സെന്റൻസ് ആണ്. ഈ സെന്റൻസ് നോക്കിയാൽ ഇവിടെ നമുക്ക് രണ്ട് വെർബ് കാണാം. ആസ്ക്ഡ് എന്നൊരു വെർബ് ഉണ്ട്, ടു ലീവ് എന്നൊരു വെർബ് ഉണ്ട്. ആസ്ക് എന്ന വെർബിന്റെ പാസ്റ്റ് സിമ്പിൾ ഫോം ആണ്. ഇത് പ്രസന്റ് ടെൻസിലാണ് പറയുന്നതെങ്കിൽ നമ്മൾ ആസ്ക്ഡ് എന്നതിന് പകരം ആസ്ക് എന്നാണ് പറയുമായിരുന്നത്. പ്രസന്റ് കണ്ടിന്യൂസിലാണ് പറയുന്നതെങ്കിൽ ആർ ആസ്കിങ് എന്നാണ് പറയുമായിരുന്നത്. പക്ഷെ ടു ലീവ് എന്ന വെർബിന് യാതൊരു ചേഞ്ചും സംഭവിക്കുന്നില്ല. സബ്ജക്റ്റ് എന്ത് തന്നെയായാലും ടെൻസ് എന്ത് തന്നെയായാലും ടു ലീവ് എന്ന ഇൻഫിനിറ്റീവിന് രൂപമാറ്റം ഒന്നും വരില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഫൈനൈറ്റ് വെർബേ ഉള്ളൂ, അത് ആസ്ക്ഡ് ആണ്. ടു ലീവ് എന്നത് നോൺ ഫൈനൈറ്റ് വെർബാണ്. ഈ സെന്റൻസിൽ ഒരു ക്ലോസ് മാത്രമേ ഉള്ളൂ, കാരണം ഇവിടെ ഒരു ഫൈനൈറ്റ് വെർബേ ഉള്ളൂ. ഇത് അതുകൊണ്ട് തന്നെ ഒരു സിമ്പിൾ സെന്റൻസ് ആണ്. I was given plenty of time to decide. എനിക്ക് തീരുമാനമെടുക്കാൻ ആവശ്യമായ സമയം നൽകി. I was given. ഇവിടെ സബ്ജക്റ്റ് I എന്നതിന് പകരം they ആയിരുന്നെങ്കിലോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയാ they were given എന്നാണ്. സബ്ജക്റ്റിനനുസരിച്ച് രൂപം മാറുന്ന വെർബ്സ് ആണ് വാസും വേറും. അതുപോലെ തന്നെ ഈ സെന്റൻസ് പ്രസന്റ് ടെൻസിലാണെങ്കിൽ നമ്മൾ വാസിനും വേറിനും പകരം ഈസ്, ആം, ആർ, ആ വേർബ്സിൽ ഏതെങ്കിലും ഒന്നാണ് ഉപയോഗിക്കുമായിരുന്നത്. ഇത്തരം വേർബ്സ് എല്ലാം ടെൻസ് മാറുന്നതിനനുസരിച്ച് രൂപം മാറുന്ന, അതല്ലെങ്കിൽ സബ്ജക്റ്റിനനുസരിച്ച് രൂപം മാറുന്ന വേർബ്സ് എല്ലാം ഫൈനൈറ്റ് വേർബ്സ് ആണ്. ഇവിടെ ഒരു ഫൈനൈറ്റ് വെർബേ ഉള്ളൂ, വാസ് ഗിവൺ. ആക്ച്വലി വാസ് ആണ് ഇവിടുത്തെ ഫൈനൈറ്റ് വെർബ്. ഗിവൺ V3 ആണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്, അതൊരു നോൺ ഫൈനൈറ്റ് ആണ്. പക്ഷെ ഇവിടെ വാസ് ഗിവൺ എന്നത് ഒറ്റ വെർബാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ ഒരുമിച്ച് ഒരു ഫൈനൈറ്റ് വെർബായി കൺസിഡർ ചെയ്യാം. പിന്നെയുള്ള വെർബ് ടു ഡിസൈഡ് ആണ്, അത് ഇൻഫിനിറ്റീവ് ആണ്. ഇവിടെ ഇപ്പോൾ സബ്ജക്റ്റ് എന്ത് തന്നെയായാലും അതിന് വ്യത്യാസമൊന്നും വരില്ല. ദേ വർ ഗിവൺ പ്ലെന്റി ഓഫ് ടൈം ടു ഡിസൈഡ്, ഹി വാസ് ഗിവൺ പ്ലെന്റി ഓഫ് ടൈം ടു ഡിസൈഡ്. സബ്ജക്റ്റ് മാറുന്നതിനനുസരിച്ച് ടു ഡിസൈഡ് എന്ന വെർബിന് ചേഞ്ച് ഒന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് നോൺ ഫൈനൈറ്റ് ആണ്. ഇവിടെയും നമുക്ക് ഒരു ഫൈനൈറ്റ് വെർബ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ സെന്റൻസിലും ഒരു ക്ലോസേ ഉള്ളൂ. ഇതും ഒരു സിമ്പിൾ സെന്റൻസ് ആണ്. ഐ വാസ് ഗിവൺ പ്ലെന്റി ഓഫ് ടൈം ടു ഡിസൈഡ്. സിമ്പിൾ സെന്റൻസ് എന്താണ് എന്ന് സംബന്ധിച്ച് ഏകദേശം ഒരു ധാരണ ഇപ്പോൾ ഉണ്ടായിരിക്കുമല്ലോ. ഇനി നമുക്ക് സിമ്പിൾ സെന്റൻസസിനെ എങ്ങനെ കോംപ്ലക്സ് സെന്റൻസിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാം എന്ന് നോക്കാം. ഹി ലൈക്ക്ഡ് മൈ സജഷൻ. എൻ്റെ നിർദ്ദേശം അവന് ഇഷ്ടമായി. ഫൈനൈറ്റ് ആയും നോൺ ഫൈനൈറ്റ് ആയും എല്ലാം ഇവിടെ ആകെ ഒരു വെർബേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇതൊരു സിമ്പിൾ സെന്റൻസ് ആണ് എന്ന് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഹി ലൈക്ക്ഡ് മൈ സജഷൻ, അവൻ എൻ്റെ നിർദ്ദേശം ഇഷ്ടമായി. ഈ സിമ്പിൾ സെന്റൻസിനെ നമുക്ക് ഇനി ഒരു കോംപ്ലക്സ് സെന്റൻസ് ആക്കി മാറ്റണം. ഒരു കോംപ്ലക്സ് സെന്റൻസ് എന്താ? ഒരു മെയിൻ ക്ലോസും ഒന്നോ അതിലധികം സബോർഡിനേറ്റ് ക്ലോസും ഉള്ള സെന്റൻസസിനാണ് നമ്മൾ കോംപ്ലക്സ് സെന്റൻസ് എന്ന് പറയുന്നത്. നോർമലി ഒരു ഇംഗ്ലീഷ് സെന്റൻസിൽ 2 ക്ലോസസ് ആണ് ഉണ്ടായിരിക്കുക, ചിലപ്പോൾ 3 കാണും. അതിൽ കൂടുതൽ ക്ലോസസ് പൊതുവെ ഉണ്ടാവാറില്ല. ഒരു സിമ്പിൾ സെന്റൻസിൽ ഒരു ക്ലോസേ ഉള്ളൂ. ഒരു കോംപ്ലക്സ് സെന്റൻസിൽ മിനിമം 2 ക്ലോസ് ഉണ്ടായിരിക്കും. അതായത് ഒരു മെയിൻ വെർബും ഒരു സബോർഡിനേറ്റ് ക്ലോസ് എങ്കിലും ഉണ്ടായിരിക്കണം. ഒന്നിൽ കൂടുതൽ ഉണ്ടാവാം, അത് നിർബന്ധമില്ല, ഒന്നെങ്കിലും ഉണ്ടാവണം.
നമ്മൾ ഈ സെൻറ്റൻസിനെ സിമ്പിൾ സെൻറ്റൻസിൽ നിന്ന് കോംപ്ലക്സ് സെൻറ്റൻസിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ക്ലോസുകളുടെ എണ്ണം ഇൻക്രീസ് ചെയ്യണം. ഇവിടെ ഒരു ക്ലോസേ ഉള്ളൂ, ഒരു ഫൈനൈറ്റ് വെർബേ ഉള്ളൂ, അതുകൊണ്ട് ഒരു ക്ലോസേ ഉള്ളൂ. നമുക്കിനി എഴുതാൻ പോകുന്ന സെൻറ്റൻസിൽ 2 ഫൈനൈറ്റ് വെർബ് ഉണ്ടായിരിക്കണം, അതായത് 2 ക്ലോസ് ഉണ്ടായിരിക്കണം. പലപ്പോഴും നമുക്കിത് ചെയ്യുന്നതിന് വേണ്ടി സിമ്പിൾ സെൻറ്റൻസിലുള്ള ഏതെങ്കിലും ഒരു നൗണിനെ നമുക്കൊരു നൗൺ ക്ലോസ് ആക്കി മാറ്റാൻ ശ്രമിക്കാം. ഈ ട്രാൻസ്ഫർമേഷൻ നമുക്ക് പല രീതിയിൽ ചെയ്യാം. എല്ലാ സെൻറ്റൻസസിലും എല്ലാ മെത്തേഡും ആപ്ലിക്കബിൾ അല്ല. ഇവിടെ നമുക്ക് ഈ സെൻറ്റൻസ് നോക്കിയാൽ അറിയാം. ഹി ലൈക്ക്ഡ് മൈ സജഷൻ. അവൻ എൻ്റെ നിർദ്ദേശം ഇഷ്ടമായി. ലൈക്ക്ഡ് എന്ന വെർബിന്റെ ഒബ്ജക്റ്റ് ആണ് ഇവിടെ സജഷൻ എന്ന നൗൺ. ഒരു സിമ്പിൾ സെൻറ്റൻസിൽ സബ്ജക്റ്റ് ആയി വരുന്ന അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ആയി വരുന്ന നൗണിനെ ഒരു നൗൺ ക്ലോസ് ആക്കി മാറ്റി നമുക്ക് പലപ്പോഴും അതിനെ ഒരു കോംപ്ലക്സ് സെൻറ്റൻസ് ആക്കി മാറ്റാൻ സാധിക്കും. എല്ലായ്പ്പോഴും ഈ ടെക്നിക്ക് വിജയിക്കുമെന്നല്ല പറയുന്നത്, പലപ്പോഴും അത് സാധ്യമാണ്. അവൻ എൻ്റെ നിർദ്ദേശം ഇഷ്ടമായി. ഹി ലൈക്ക്ഡ് മൈ സജഷൻ. അവന് ഞാൻ നിർദ്ദേശിച്ചത് ഇഷ്ടമായി എന്ന് പറയുമ്പോഴും ഇതേ അർത്ഥം തന്നെയല്ലേ? ഞാൻ നിർദ്ദേശിച്ചത് എന്താണ്? വാട്ട് ഐ സജസ്റ്റഡ് അല്ലെ? മൈ സജഷൻ എന്ന് പറയുമ്പോൾ എൻ്റെ നിർദ്ദേശം, ഞാൻ സജസ്റ്റ് ചെയ്തത് എന്ന് പറയുമ്പോൾ വാട്ട് ഐ സജസ്റ്റഡ്. വാട്ട് ഐ സജസ്റ്റഡ് ആക്ച്വലി ഒരു ക്ലോസ് ആണ്, ഒരു ഡിപ്പെൻഡന്റ് ക്ലോസ് ആണ്. ഹി ലൈക്ക്ഡ് വാട്ട് ഐ സജസ്റ്റഡ്. ഇപ്പം നമുക്ക് കിട്ടിയ ഈ സെൻറ്റൻസ് ഒരു കോംപ്ലക്സ് സെൻറ്റൻസ് ആണ്. ഇവിടെ 2 വെർബും ഉണ്ട്. ലൈക്ക്ഡ് എന്നൊരു വെർബും ഉണ്ട്, സജസ്റ്റഡ് എന്ന മറ്റൊരു വെർബും ഉണ്ട്. ഹി ലൈക്ക്ഡ് വാട്ട് ഐ സജസ്റ്റഡ്. ഇവിടെ 2 ക്ലോസസ് ഉണ്ട്. മെയിൻ ക്ലോസ് ആണ് ഹി ലൈക്ക്ഡ്. വാട്ട് ഐ സജസ്റ്റഡ് അതാണ് സബോർഡിനേറ്റ് ക്ലോസ്. ഞാൻ നിർദ്ദേശിച്ചത് അവനെ ഇഷ്ടമായി. ലൈക്ക്ഡ് എന്ന വെർബിന്റെ ഒബ്ജക്റ്റ് ആയിട്ടാണ് ആക്ച്വലി ഇവിടെ വാട്ട് ഐ സജസ്റ്റഡ് എന്ന ക്ലോസ് വന്നിട്ടുള്ളത്. സബ്ജക്റ്റായും ഒബ്ജക്റ്റായും നമുക്ക് നൗൺസിനെയും പ്രൊനൗൺസിനെയും മാത്രമല്ല നൗൺ ഫ്രേസസിനെയും നൗൺ ക്ലോസസിനെയും ഉപയോഗിക്കാൻ സാധിക്കും. ഇവിടെ വാട്ട് ഐ സജസ്റ്റഡ് എന്നത് ഒബ്ജക്റ്റായി ഉപയോഗിച്ചിട്ടുള്ളത് കാരണം തന്നെ അതൊരു നൗൺ ക്ലോസ് ആണ്. കാരണം നൗൺസിനെ മാത്രമേ നമുക്ക് സബ്ജക്റ്റും ഒബ്ജക്റ്റുമായി ഉപയോഗിക്കാൻ സാധിക്കൂ. അപ്പോൾ ഒരു ഒബ്ജക്റ്റിന്റെ സ്ഥാനത്ത് ഒരു ക്ലോസ് വരുമ്പോൾ അതൊരു നൗൺ ക്ലോസ് ആയിരിക്കും. ഹി ലൈക്ക്ഡ് വാട്ട് ഐ സജസ്റ്റഡ്. ഇവിടെ വാട്ട് എന്ന ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ 2 ക്ലോസുകളെ കമ്പൈൻ ചെയ്തിട്ടുള്ളത്. ഈ സെൻറ്റൻസിൽ ഒരു മെയിൻ ക്ലോസും ഒരു സബോർഡിനേറ്റ് ക്ലോസും ആണുള്ളത്. ഒരു റിലേറ്റീവ് പ്രൊനൗൺ, ഒരു സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ക്ലോസുകൾ എപ്പോഴും സബോർഡിനേറ്റ് ക്ലോസസ് ആയിരിക്കും. ഹി ലൈക്ക്ഡ് വാട്ട് ഐ സജസ്റ്റഡ് അത് കോംപ്ലക്സ് സെൻറ്റൻസ് ആണ്. ഹി ലൈക്ക്ഡ് മൈ സജഷൻ അത് സിമ്പിൾ സെൻറ്റൻസ് ആണ്. ഹിസ് അഡ്വൈസ് ഡിഡ് നോട്ട് പ്രൂവ് ഹെൽപ്ഫുൾ. അവന്റെ ഉപദേശം അത് ഹെൽപ്ഫുൾ ആയിരുന്നില്ല. ഇതും ഒരു സിമ്പിൾ സെൻറ്റൻസ് ആണ്. ഒരു ഫൈനൈറ്റ് വെർബേ ഉള്ളൂ, ഡിഡ് നോട്ട് പ്രൂവ്. അവന്റെ ഉപദേശം ഹെൽപ്ഫുൾ ആയിരുന്നില്ല. നമുക്കിതിനെ മറ്റൊരു രീതിയിലും പറയാം. അവൻ ഉപദേശിച്ചത് അത് ഹെൽപ്ഫുൾ ആയിരുന്നില്ല അല്ലെ? ഹിസ് അഡ്വൈസ് എന്നതിന് പകരം നമുക്ക് വാട്ട് ഹി അഡ്വൈസ്ഡ് എന്ന ക്ലോസ് ഉപയോഗിക്കാം. അങ്ങനെ വരുമ്പോൾ ഈ സെന്റൻസ് കോംപ്ലക്സ് സെന്റൻസ് ആയി മാറുകയും ചെയ്തു. വാട്ട് ഹി അഡ്വൈസ്ഡ് ഡിഡ് നോട്ട് പ്രൂവ് ഹെൽപ്ഫുൾ. ഹിസ് അഡ്വൈസിന് പകരം നമ്മൾ വാട്ട് ഹി അഡ്വൈസ്ഡ് എന്ന് എഴുതി. അവൻ ഉപദേശിച്ചത്. ഇവിടെ വാട്ട് ഹി അഡ്വൈസ്ഡ് എന്ന ക്ലോസ് അത് സബ്ജക്റ്റ് ആയിട്ടാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഡിഡ് നോട്ട് പ്രൂവ് എന്ന വെർബിന്റെ സബ്ജക്റ്റ് ആണ്. ഇങ്ങനെ സബ്ജക്റ്റ് ആയോ ഒബ്ജക്റ്റ് ആയോ വരുന്ന ക്ലോസ് എപ്പോഴും നൗൺ ക്ലോസസ് ആയിരിക്കും. അപ്പൊ ഈ സെന്റൻസിൽ സബോർഡിനേറ്റ് ക്ലോസ് വാട്ട് ഹി അഡ്വൈസ്ഡ് എന്ന നൗൺ ക്ലോസ് ആണ്. ഇവിടുത്തെ മെയിൻ ക്ലോസ് ആക്ച്വലി ഈ സെന്റൻസ് മുഴുവൻ വരുന്നതാണ്. സബോർഡിനേറ്റ് ക്ലോസ് ഒരു നൗൺ ക്ലോസ് ആയി വരുന്ന സാഹചര്യങ്ങളിൽ പലപ്പോഴും മെയിൻ ക്ലോസിന്റെ സബ്ജക്റ്റ് ആയി അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ആയിട്ടാണ് നൗൺ ക്ലോസ് വരിക. ഇവിടുത്തെ സബ്ജക്റ്റ് ആണ് വാട്ട് ഹി അഡ്വൈസ്ഡ് എന്നത്. അതിന്റെ ബാക്കി ഭാഗങ്ങൾ വെർബാണ് ഡിഡ് നോട്ട് പ്രൂവ് എന്നത്. വാട്ട് ഹി അഡ്വൈസ്ഡ് ഡിഡ് നോട്ട് പ്രൂവ് ഹെൽപ്ഫുൾ. അഡ്വൈസ് നൗൺ ആവുന്ന സമയത്ത് സിയിലാണ് അവസാനിക്കുന്നത്. അഡ്വൈസ് വെർബായി ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളിൽ അത് SEയിലാണ് അവസാനിക്കുന്നത്. സ്പെല്ലിങ്ങിലുള്ള ഡിഫറൻസ് ശ്രദ്ധിക്കണം. വാട്ട് ഹി അഡ്വൈസ്ഡ് ഡിഡ് നോട്ട് പ്രൂവ് ഹെൽപ്ഫുൾ ഇത് കോംപ്ലക്സ് സെന്റൻസ് ആണ്. ഇവിടെ 2 വെർബുണ്ട്. അഡ്വൈസ്ഡ് എന്നൊരു വെർബും ഉണ്ട്, ഡിഡ് നോട്ട് പ്രൂവ് എന്ന മറ്റൊരു വെർബും ഉണ്ട്. സബ്ജക്റ്റോ ഒബ്ജക്റ്റോ ആയി വരുന്ന ഒരു നൗണിനെ ഒരു നൗൺ ക്ലോസ് ആക്കി മാറ്റി പലപ്പോഴും നമുക്ക് ഒരു സിമ്പിൾ സെന്റൻസിനെ ഒരു കോംപ്ലക്സ് സെന്റൻസ് ആക്കി മാറ്റാൻ സാധിക്കും. ഇതെല്ലായ്പ്പോഴും സാധിക്കുമെന്നല്ല. ഒരു കോംപ്ലക്സ് സെന്റൻസിൽ നമ്മൾ കണക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന വേർഡ് ഒരു റിലേറ്റീവ് പ്രൊനൗണോ ഒരു സബോർഡിനേറ്റിംഗ് കൺജങ്ഷനോ ഒരു ക്വസ്റ്റ്യൻ വേർഡോ ആയിരിക്കും. There I met a pretty girl. ഞാൻ അവിടെ നല്ല ഭംഗിയുള്ള ഒരു പെൺകുട്ടിയെ കണ്ടു. ഒരു നൗണിനെ നൗൺ ക്ലോസ് ആക്കി മാറ്റി നമുക്കൊരു സിമ്പിൾ സെന്റൻസിനെ കോംപ്ലക്സ് സെന്റൻസ് ആക്കാം എന്ന് പറഞ്ഞു. ഒരു അജക്റ്റീവിനെ ഒരു അജക്റ്റീവ് ക്ലോസ് ആക്കി മാറ്റിയും നമുക്കൊരു സിമ്പിൾ സെന്റൻസിനെ ഒരു കോംപ്ലക്സ് സെന്റൻസ് ആക്കി മാറ്റാൻ സാധിക്കും. സബോർഡിനേറ്റ് ക്ലോസസ് അല്ലെങ്കിൽ ഡിപ്പെൻഡന്റ് ക്ലോസസ് 3 തരത്തിലാണുള്ളത്. നൗൺ ക്ലോസ്, അജക്റ്റീവ് ക്ലോസ്, അഡ്വർബ് ക്ലോസ്. ഒരു നൗൺ ക്ലോസ് ഒരു നൗണിന്റെ അതേ പർപ്പസ് ആണ് സെർവ് ചെയ്യുന്നത്. അതൊരു വെർബിന്റെ സബ്ജക്റ്റോ ഒബ്ജക്റ്റോ ആയി വരും. ഒരു അജക്റ്റീവ് ക്ലോസ് അജക്റ്റീവിന്റെ അതേ പർപ്പസ് ആണ് സെർവ് ചെയ്യുന്നത്. അത് ഏതെങ്കിലും ഒരു നൗണിനെ കുറിച്ചുള്ള അഡീഷണൽ ഇൻഫർമേഷൻ തരും. പിന്നെ ആ നൗണിന് ശേഷമാണ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ആണ് ഈ അജക്റ്റീവ് ക്ലോസ് വരിക.
ഒരു അഡ്വർബ് ക്ലോസ് ഒരു അഡ്വർബിൻ്റെ അതേ പർപ്പസാണ് സെർവ് ചെയ്യുന്നത്. അത് മെയിൻ ക്ലോസിലുള്ള ഒരു വെർബിനെ കുറിച്ച് അഡീഷണൽ ഇൻഫർമേഷൻ തരും. ദർ ഐ മെറ്റ് എ പ്രിറ്റി ഗേൾ. ഞാൻ അവിടെ നല്ല ഭംഗിയുള്ള ഒരു പെൺകുട്ടിയെ കണ്ടു. ഇതൊരു സിമ്പിൾ സെന്റൻസ് ആണ്. ഇവിടെ ആകെ ഒരു ഫൈനൈറ്റ് വെർബേ ഉള്ളൂ, മെറ്റ്. എ പ്രിറ്റി ഗേൾ എന്നതിന് പകരം നമുക്ക് എ ഗേൾ ഹു വാസ് പ്രിറ്റി എന്ന് പറയാം. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഈ സെന്റൻസ് കോംപ്ലക്സ് സെന്റൻസ് ആയി മാറുകയും ചെയ്യും. ദർ ഐ മെറ്റ് എ ഗേൾ ഹു വാസ് പ്രിറ്റി. ദർ ഐ മെറ്റ് എ ഗേൾ ഹു വാസ് പ്രിറ്റി. ഇവിടെ പ്രിറ്റി എന്ന ആ അജക്റ്റീവിന് പകരം നമ്മൾ ഹു വാസ് പ്രിറ്റി എന്ന അജക്റ്റീവ് ക്ലോസ് ഉപയോഗിച്ചു. ഭംഗി ഉണ്ടായിരുന്ന, അതാണ് അതിനർത്ഥം. ഗേൾ എന്ന നൗണിനെ കുറിച്ചുള്ള അഡീഷണൽ ഇൻഫർമേഷൻ ആണ് ഇവിടെ ഈ അജക്റ്റീവ് ക്ലോസ് ആയി ഹു വാസ് പ്രിറ്റി തരുന്നത്. അത് ഗേൾ എന്ന നൗണിന് ശേഷം തന്നെ വേണം ഉപയോഗിക്കാൻ. അതിനിടയിൽ മറ്റു വേർഡ്സ് വരരുത്. അജക്റ്റീവ് ക്ലോസസ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാന കാര്യം അതാണ്. ഏത് നൗണിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആണോ ആ അജക്റ്റീവ് ക്ലോസ് തരുന്നത്, ആ നൗണിന് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ വേണം ഈ അജക്റ്റീവ് ക്ലോസ് ഉപയോഗിക്കാൻ. അജക്റ്റീവ് ക്ലോസസ് തന്നെയാണ് റിലേറ്റീവ് ക്ലോസസ്. രണ്ട് പേരുണ്ട് എന്നേ ഉള്ളൂ. റിലേറ്റീവ് ക്ലോസസിന്റെ മറ്റൊരു പേരാണ് അജക്റ്റീവ് ക്ലോസ് എന്ന് പറയുന്നത്. റിലേറ്റീവ് ക്ലോസസ് അല്ലെങ്കിൽ അജക്റ്റീവ് ക്ലോസസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഹു, വിച്ച്, ദാറ്റ്, ഹൂസ്, ഹും ഇതുപോലുള്ള റിലേറ്റീവ് പ്രൊനൗൺസ് ഉപയോഗിച്ചായിരിക്കും. ദർ ഐ മെറ്റ് എ ഗേൾ ഹു വാസ് പ്രിറ്റി. ഇവിടുത്തെ മെയിൻ ക്ലോസ് ദർ ഐ മെറ്റ് എ ഗേൾ ആണ്. സബോർഡിനേറ്റ് ക്ലോസ് അത് അജക്റ്റീവ് ക്ലോസ് ആണ്, അത് ഹു വാസ് പ്രിറ്റി ആണ്. ഒരു സബോർഡിനേറ്റ് ക്ലോസ് അജക്റ്റീവ് ക്ലോസ് ആവാം, നൗൺ ക്ലോസ് ആവാം, അഡ്വർബ് ക്ലോസ് ആയിരിക്കാം. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ഒരു അജക്റ്റീവ് ക്ലോസ് ആണ്. ദർ ഐ മെറ്റ് എ ഗേൾ ഹു വാസ് പ്രിറ്റി. എ പ്രിറ്റി ഗേൾ എന്ന ഫ്രേസിന് പകരം നമ്മളിവിടെ എ ഗേൾ ഹു വാസ് പ്രിറ്റി എന്ന ക്ലോസ് ഉപയോഗിച്ചു. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഈ സെന്റൻസ് കോംപ്ലക്സ് സെന്റൻസ് ആയി മാറുകയും ചെയ്തു. ഇവിടെ രണ്ട് ഫൈനൈറ്റ് വെർബ്സ് ഉണ്ട്. മെറ്റൊരു ഫൈനൈറ്റ് വെർബാണ്, വാസും ഒരു ഫൈനൈറ്റ് വെർബാണ്. ഗേൾ ഒരു സിംഗുലർ കൗണ്ടബിൾ നൗൺ ആയത് കാരണമാണ് നമ്മൾ പിന്നെ ഇവിടെ റിലേറ്റീവ് ക്ലോസിൽ, അതായത് അജക്റ്റീവ് ക്ലോസിൽ വാസ് എന്ന സിംഗുലർ വെർബ് ഉപയോഗിക്കുന്നത്. ഒരു അജക്റ്റീവ് ക്ലോസിൽ ഉപയോഗിക്കുന്ന വെർബ് ആ അജക്റ്റീവ് ക്ലോസിന് മുന്നിൽ വന്നിട്ടുള്ള നൗൺ, അതിനതിൻ്റെ ആൻറ്റിസീഡൻറ്റ് എന്നാണ് പറയുന്നത്, അതുമായി മാച്ച് ചെയ്യുന്നതായിരിക്കണം. എ വുണ്ടഡ് ടൈഗർ ഈസ് വെരി ഫിയേഴ്സ്. മുറിവ് പറ്റിയ ഒരു കടുവ വളരെ അപകടകാരിയാണ്. ഈ സെൻറ്റൻസിൽ എത്ര വേർബ്സ് ഉണ്ട്? വുണ്ടഡ് ഒരു വെർബാണ്, ഈസ് മറ്റൊരു വെർബാണ്. ഇവിടെ ആക്ച്വലി വുണ്ടഡ് എന്ന പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിച്ചിട്ടുള്ളത് അജക്റ്റീവായിട്ടാണ്. ആ ടൈഗറിനെ കുറിച്ചുള്ള അഡീഷണൽ ഇൻഫർമേഷൻ തരുന്നൊരു വേർഡാണിത്. എ വുണ്ടഡ് ടൈഗർ, മുറിവ് പറ്റിയ ഒരു കടുവ. അത് വെർബല്ല. ഇവിടെ ING ഫോംസും അതുപോലെ തന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിളും V3യും നമ്മൾ പലപ്പോഴും അജക്റ്റീവ്സായി യൂസ് ചെയ്യും. ഒരു ING ഫോം അല്ലെങ്കിൽ ഒരു V3 കണ്ട ഉടനെ അത് വെർബാണെന്ന് കരുതരുത്. അതെങ്ങനെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് നോക്കണം. ഇവിടെ ഇത് അജക്റ്റീവായാണ് യൂസ് ചെയ്തിട്ടുള്ളത്, അത് വെർബല്ല. ഈ സെൻറ്റൻസിൽ ഒറ്റ വെർബേ ഉള്ളൂ, ഈസ്. അതുകൊണ്ട് തന്നെ ഇതൊരു സിമ്പിൾ സെൻറ്റൻസ് ആണ്. നമുക്കിനി ഇതിനെ കോംപ്ലക്സ് സെൻറ്റൻസ് ആക്കി മാറ്റണം. എ വുണ്ടഡ് ടൈഗർ എന്ന ഫ്രേസിനെ തന്നെ നമുക്ക് ക്ലോസ് ആക്കി മാറ്റാം. എ ടൈഗർ ദാറ്റ് ഈസ് വുണ്ടഡ്, മുറിവ് പറ്റിയ ഒരു കടുവ. എ വുണ്ടഡ് ടൈഗർ എന്ന് പറഞ്ഞാലും എ ടൈഗർ ദാറ്റ് ഈസ് വുണ്ടഡ് എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥമാണ്. എ ടൈഗർ ദാറ്റ് ഈസ് വുണ്ടഡ് എന്നത് പക്ഷേ ഒരു ക്ലോസ് ആണ്. കാരണം അതിന് അതിൻ്റേതായ ഒരു സബ്ജക്റ്റും ഉണ്ട്, ഒരു വെർബും ഉണ്ട്. എ ടൈഗർ ദാറ്റ് ഈസ് വുണ്ടഡ് ഈസ് വെരി ഫിയേഴ്സ്, വളരെ അപകടകാരിയാണ്. ഇവിടുത്തെ മെയിൻ ക്ലോസ് എ ടൈഗർ ഈസ് വെരി ഫിയേഴ്സ് ആണ്. സബോർഡിനേറ്റ് ക്ലോസ് അതൊരു അജക്റ്റീവ് ക്ലോസ് ആണ്, ദാറ്റ് ഈസ് വുണ്ടഡ് ആണ്. എ ടൈഗർ ഈസ് വെരി ഫിയേഴ്സ്, ഒരു കടുവ അപകടകാരിയാണ്. എങ്ങനെയുള്ള കടുവ? പരിക്ക് പറ്റിയ കടുവ, ദാറ്റ് ഈസ് വുണ്ടഡ്. ഇവിടെ ദാറ്റ് എന്ന റിലേറ്റീവ് പ്രൊനൗൺ ഉപയോഗിച്ചാണ് നമ്മൾ ഈ രണ്ട് ക്ലോസുകളെ കമ്പൈൻ ചെയ്യുന്നത്. വ്യക്തികളെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയും വസ്തുക്കളെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയും അനിമൽസിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയും എല്ലാം നമുക്ക് ദാറ്റ് ഉപയോഗിക്കാം. ഹു ആളുകളെ കുറിച്ച് പറയുന്നതിന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ വളർത്തുന്ന അനിമൽസിനെ, അവർക്ക് പ്രത്യേകിച്ചും നമ്മളൊരു പേഴ്സണാലിറ്റി ഉണ്ട് എന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ അവരെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയും നമുക്ക് ഹു ഉപയോഗിക്കാം. വിച്ച് ജീവനില്ലാത്ത വസ്തുക്കളെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ദാറ്റ് നമുക്ക് ഒരുവിധം എല്ലാ തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയും ഉപയോഗിക്കാം. എ ടൈഗർ ദാറ്റ് ഈസ് വുണ്ടഡ് ഈസ് വെരി ഫിയേഴ്സ്. ഇതൊരു കോംപ്ലക്സ് സെൻറ്റൻസ് ആണ്. ഇവിടെ രണ്ട് ക്ലോസ് ഉണ്ട്, രണ്ട് ഫൈനൈറ്റ് വെർബ്സും ഉണ്ട്, രണ്ടും ഈസ് തന്നെയാണ്. ദാറ്റ് ഈസ് വുണ്ടഡിലെ ഈസ് ഒരു ഫൈനൈറ്റ് വെർബാണ്. എ ടൈഗർ ഈസ് വെരി ഫിയേഴ്സ് എന്ന ക്ലോസിലെ ഈസും ഒരു ഫൈനൈറ്റ് വെർബാണ്. ഈസ് എല്ലായ്പ്പോഴും ഫൈനൈറ്റ് വെർബാണ്. രണ്ട് ക്ലോസ് ഉള്ളതുകൊണ്ട്, ഒരു മെയിൻ ക്ലോസും ഒരു സബോർഡിനേറ്റ് ക്ലോസും ഉള്ളതുകൊണ്ട് ഇതൊരു കോംപ്ലക്സ് സെൻറ്റൻസ് ആണ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ എക്സാമ്പിൾസിൽ നൗണിനെ നൗൺ ക്ലോസ് ആക്കി മാറ്റി സിമ്പിൾ സെൻറ്റൻസിനെ കോംപ്ലക്സ് സെൻറ്റൻസ് ആക്കുന്നത് എങ്ങനെയെന്ന് നോക്കി. അജക്റ്റീവിനെ അജക്റ്റീവ് ക്ലോസ് ആക്കി മാറ്റി ഒരു സിമ്പിൾ സെൻറ്റൻസിനെ എങ്ങനെ കോംപ്ലക്സ് സെൻറ്റൻസ് ആക്കി മാറ്റാം എന്നും നോക്കി.
ഷി വാസ് ടു പുവർ ടു എഡ്യൂക്കേറ്റ് ഹെർ ചിൽഡ്രൻ. ഇതുപോലൊരു സെൻറ്റൻസ് കിട്ടിയാൽ എളുപ്പമാണ്. ഇവിടെ നമ്മൾ ടു എന്ന എക്സ്പ്രഷൻ ഉപയോഗിച്ചാണ് ഈ രണ്ട് ക്ലോസുകളെ കമ്പൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു ഫൈനൈറ്റ് വെർബേ ഉള്ളൂ, വാസ്. ടു എഡ്യൂക്കേറ്റ് ഒരു ഇൻഫിനിറ്റീവ് ആണ്, അതൊരു നോൺ ഫൈനൈറ്റ് വെർബാണ്. ഷി വാസ് ടു പുവർ ടു എഡ്യൂക്കേറ്റ് ഹെർ ചിൽഡ്രൻ. ഇവിടെ ഷീക്ക് പകരം ദേ ആയിരുന്നെങ്കിലോ വാസിന് പകരം നമ്മൾ വേർ ഉപയോഗിക്കുമായിരുന്നു. ടു ഉപയോഗിക്കുന്ന സെൻറ്റൻസസ് എല്ലാം സിമ്പിൾ സെൻറ്റൻസസ് ആയിരിക്കും. ഇങ്ങനെ ടു ഉപയോഗിച്ച് നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്തിട്ടുള്ള ഈ സിമ്പിൾ സെൻറ്റൻസസിനെ കോംപ്ലക്സ് സെൻറ്റൻസിലേക്ക് മാറ്റാൻ നമ്മൾ ഉപയോഗിക്കുന്നത് സോ ദാറ്റ് എന്ന കൺജങ്ഷനാണ്. രണ്ട് ഭാഗങ്ങളുള്ള കൺജങ്ഷനാണ്, ഒറ്റ എക്സ്പ്രഷൻ അല്ല. സോ ഫസ്റ്റ് ക്ലോസിൽ വരും, ദാറ്റ് സെക്കൻഡ് ക്ലോസിൽ വരും. നമ്മളതിപ്പോൾ ഇങ്ങനെയാണ് പറയാം, ഷി വാസ് സോ പുവർ ദാറ്റ് ഷീ കുഡ് നോട്ട് എഡ്യൂക്കേറ്റ് ഹെർ ചിൽഡ്രൻ. ഇവിടെ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഒന്ന്, ടു ഒരു നെഗറ്റീവ് വേർഡാണ്, പിന്നെ ആ സെൻറ്റൻസിനകത്ത് നോട്ട് കാണില്ല നിങ്ങൾ. ഷി വാസ് ടു പുവർ ടു എഡ്യൂക്കേറ്റ് ഹെർ ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ അവളുടെ കുട്ടികളെ പഠിപ്പിക്കാൻ സാധിക്കാത്ത അത്രയും ദരിദ്രയാണ് അവളെന്നാണ്. അവൾക്ക് പഠിപ്പിക്കാൻ കഴിയില്ല. ആ കഴിയില്ല എന്ന ഐഡിയ എക്സ്പ്രസ് ചെയ്യാനായി പിന്നെ നമ്മളവിടെ നോട്ടൊന്നും യൂസ് ചെയ്യുന്നില്ല, ടു തന്നെ ധാരാളമാണ്. ഇനി ഇതിനെ സോ ദാറ്റ് ഉപയോഗിച്ച് പറയുന്ന സമയത്ത് പക്ഷെ നമ്മൾ ദാറ്റ് ക്ലോസിൽ നോട്ട് ഉപയോഗിക്കണം. ഷി വാസ് സോ പുവർ, അവൾ അത്ര ദരിദ്രയായിരുന്നു, അതുകൊണ്ട് ദാറ്റ് ഷീ കുഡ് നോട്ട് എഡ്യൂക്കേറ്റ് ഹെർ ചിൽഡ്രൻ. ഈ സെൻറ്റൻസ് പാസ്റ്റ് ടെൻസിലാണെങ്കിൽ ദാറ്റിന് ശേഷം നമ്മൾ കുഡ്, വുഡ്, മൈറ്റ് അതുപോലുള്ള ഓക്സിലറീസ് എന്തെങ്കിലും ഒന്ന് ഉപയോഗിക്കും. ഈ സെൻറ്റൻസ് പ്രസൻറ്റ് ടെൻസിലാണെങ്കിൽ ദാറ്റിന് ശേഷം നമ്മൾ വിൽ, മേ, ക്യാൻ അതുപോലുള്ള ഏതെങ്കിലും ഒരു ഓക്സിലറി ഉപയോഗിക്കും. ഇതിപ്പോൾ പ്രസൻറ്റ് ടെൻസിലാണ് പറയുന്നതെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടുക, ഷീ ഈസ് സോ പുവർ ദാറ്റ് ഷീ കനോട്ട് എഡ്യൂക്കേറ്റ് ഹെർ ചിൽഡ്രൻ. അപ്പോൾ പിന്നെ കുഡ് നോട്ട് അല്ല, കനോട്ട്. ഷീ ഈസ് സോ പുവർ, അവൾ അത്ര ദരിദ്രയാണ്, അവൾക്ക് അവളുടെ കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയാത്ത അത്ര ദരിദ്രയാണ്. ഷീ ഈസ് സോ പുവർ ദാറ്റ് ഷീ കനോട്ട് എഡ്യൂക്കേറ്റ് ഹെർ ചിൽഡ്രൻ. ദാറ്റിന് ശേഷം ദാറ്റ് ഉപയോഗിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ക്ലോസിൽ വിൽ, ക്യാൻ, മേ ഈ ഓക്സിലറീസിൽ ഏതെങ്കിലും ഒന്നുണ്ടാവും പ്രസൻറ്റ് ടെൻസിൽ. പാസ്റ്റ് ടെൻസിലാണെങ്കിൽ മൈറ്റ്, കുഡ്, വുഡ് ഈ ഓക്സിലറീസിൽ ഏതെങ്കിലും ഒന്നുണ്ടാവും. അവൾക്ക് കഴിയില്ല എന്ന് പറയുമ്പോൾ കുഡ് നോട്ട്. ദാറ്റ് ക്ലോസിൽ നോട്ട് ഉപയോഗിക്കണം എന്നുകൂടി ശ്രദ്ധിക്കുക. ടു ഉപയോഗിച്ച് കമ്പൈൻ ചെയ്യുന്ന സെൻറ്റൻസിനകത്ത് നോട്ട് ഉണ്ടായിരിക്കില്ല, പക്ഷെ നമ്മൾ അതിനെ സോ ദാറ്റ് ഉപയോഗിച്ച് കമ്പൈൻ ചെയ്യുമ്പോൾ ദാറ്റ് ക്ലോസിൽ നോട്ട് വേണം. ഷി വാസ് സോ പുവർ ദാറ്റ് ഷീ കുഡ് നോട്ട് എഡ്യൂക്കേറ്റ് ഹെർ ചിൽഡ്രൻ. ടു ഉപയോഗിച്ച് കമ്പൈൻ ചെയ്യുന്ന ഈ ക്ലോസുകളെ നമുക്ക് ഇങ്ങനെ സോ ദാറ്റ് ഉപയോഗിച്ച് കോംപ്ലക്സ് സെൻറ്റൻസ് ആക്കി മാറ്റാൻ സാധിക്കും. അതെല്ലായ്പ്പോഴും സാധ്യമാണ്. ഹീ ഈസ് ടു ഫ്രെയിൽ ടു വാക്ക് വിത്തൗട്ട് സപ്പോർട്ട്. സപ്പോർട്ടില്ലാതെ, സഹായമില്ലാതെ നടക്കാൻ കഴിയാത്ത അത്രയും ദുർബലനാണ് അയാൾ. ഫ്രെയിൽ എന്ന് പറയുമ്പോൾ ദുർബലനാണ് എന്നർത്ഥം. ഹീ ഈസ് ടു ഫ്രെയിൽ, അയാൾക്ക് നടക്കാൻ കഴിയില്ല. ടു വാക്ക് വിത്തൗട്ട് സപ്പോർട്ട്, സപ്പോർട്ടില്ലാതെ അയാൾക്ക് നടക്കാൻ കഴിയില്ല. ഇതും നമുക്ക് സോ ദാറ്റ് ഉപയോഗിച്ച് കമ്പൈൻ ചെയ്യാം. ഇവിടെ ടുവിൻ്റെ സ്ഥാനത്ത് സോയും ദാറ്റും എഴുതിയാൽ മാത്രം പോരാ, അങ്ങനെയല്ല നമ്മളിത് ചെയ്യുന്നത്. ഹീ ഈസ് ടു ഫ്രെയിൽ എന്നതിന് പകരം ഹീ ഈസ് സോ ഫ്രെയിൽ എന്ന് പറയാം. പിന്നെ ടു വാക്ക് വിത്തൗട്ട് സപ്പോർട്ട് എന്ന ഇൻഫിനിറ്റീവ് ഫ്രേസിന് പകരമാണ് നമ്മൾ ദാറ്റ് ക്ലോസ് ഉപയോഗിക്കുന്നത്. ഹീ ഈസ് സോ ഫ്രെയിൽ ദാറ്റ് ഹീ കനോട്ട് വാക്ക് വിത്തൗട്ട് സപ്പോർട്ട്. ഇവിടെ നമ്മൾ കനോട്ടാണ് ഉപയോഗിക്കുന്നത്, കാരണം ഈ സെൻറ്റൻസ് പ്രസൻറ്റ് ടെൻസിലാണ്. പാസ്റ്റ് ടെൻസിലാണെങ്കിൽ നമ്മൾ കുഡ് നോട്ടാണ് ഉപയോഗിക്കുക. ഹി വാസ് സോ ഫ്രെയിൽ ദാറ്റ് ഹി കുഡ് നോട്ട് വാക്ക് വിത്തൗട്ട് സപ്പോർട്ട്. ഹി വാസ് സോ ഫ്രെയിൽ എന്ന് പറയുമ്പോൾ പിന്നെ വരുന്നത് കുഡ് നോട്ടാണ്. ഹി ഈസ് സോ ഫ്രെയിൽ എന്ന് പറയുമ്പോൾ പിന്നെ വരുന്നത് കനോട്ടാണ്. ഹി ഈസ് സോ ഫ്രെയിൽ ദാറ്റ് ഹി കനോട്ട് വാക്ക് വിത്തൗട്ട് സപ്പോർട്ട്. സപ്പോർട്ടില്ലാതെ നടക്കാൻ കഴിയാത്ത അത്രയും ദുർബലനാണ് അയാൾ. ഹാവിങ് കംപ്ലീറ്റഡ് മൈ ജോബ് ഐ വെൻറ്റ് ഹോം. എൻ്റെ ജോലി പൂർത്തിയാക്കിയതിന് ശേഷം ഞാൻ വീട്ടിലേക്ക് പോയി, അതാണ് ഈ സെൻറ്റൻസിനർത്ഥം. ഇവിടെ എത്ര വേർബ്സ് ഉണ്ട്? ഹാവിങ് ഒരു വെർബാണ്, കംപ്ലീറ്റഡ് ഒരു വെർബാണ്, വെൻറ്റ് ഒരു വെർബാണ്. പക്ഷേ ആക്ച്വലി ഇവിടെ ഫൈനൈറ്റ് വേർബ്സ് എത്ര ഉണ്ട്? വെൻറ്റ് മാത്രമേ ഉള്ളൂ. ഹാവിങ് കംപ്ലീറ്റഡ് സബ്ജക്റ്റ് എന്ത് തന്നെയായാലും അതുപോലെ തന്നെ ഇരിക്കും. ഹാവിങ് ING ഫോം ആണ്, കംപ്ലീറ്റഡ് ഒരു V3 ആണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. അതിനൊന്നും ഒരു മാറ്റവും വരില്ല. ഇവിടെ നമ്മൾ ഒരു ING ഫോം ഉപയോഗിച്ച് രണ്ട് ക്ലോസുകളെ കമ്പൈൻ ചെയ്ത് ഒരു സിമ്പിൾ സെൻറ്റൻസ് ഉണ്ടാക്കുകയാണ് ചെയ്തത്. ഇനി ഈ ING ഫോമിന് പകരം ഒരു കൺജങ്ഷൻ, ഒരു സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഉപയോഗിച്ച് ഈ ക്ലോസുകളെ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുക കോംപ്ലക്സ് സെൻറ്റൻസ് ആണ്. ഇവിടുത്തെ രണ്ട് ക്ലോസസ് എന്താണ്? ഞാൻ എൻ്റെ ജോലി പൂർത്തിയാക്കി, ഐ കംപ്ലീറ്റഡ് മൈ ജോബ്. ഞാൻ വീട്ടിൽ പോയി, ഐ വെൻറ്റ് ഹോം. അല്ലേ, ഇതാണ് നമ്മുടെ രണ്ട് സെൻറ്റൻസസ്. രണ്ടും സിമ്പിൾ സെൻറ്റൻസസ് ആണ്. നമ്മൾ അതിനെ ഒരു ING ഫോം ഉപയോഗിച്ച് കമ്പൈൻ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് ഒരു സിമ്പിൾ സെൻറ്റൻസ് ആണ്. ഹാവിങ് കംപ്ലീറ്റഡ് മൈ ജോബ് ഐ വെൻറ്റ് ഹോം, അതൊരു സിമ്പിൾ സെൻറ്റൻസ് ആണ്, കാരണം ഇവിടെ ഒറ്റ ഫൈനൈറ്റ് വെർബേ ഉള്ളൂ. ഹാവിങ് ഫൈനൈറ്റ് അല്ല, കംപ്ലീറ്റഡും ഫൈനൈറ്റ് അല്ല, വെൻറ്റ് പക്ഷേ ഫൈനൈറ്റ് ആണ്. ഈ ING ഫോം ഉപയോഗിച്ച് കമ്പൈൻ ചെയ്യുന്നതിന് പകരം ഒരു സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഉപയോഗിച്ചാണ് കമ്പൈൻ ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുക ഒരു കോംപ്ലക്സ് സെൻറ്റൻസ് ആയി മാറുമായിരുന്നു. ജോലി പൂർത്തിയാക്കിയതിന് ശേഷം ഞാൻ വീട്ടിലേക്ക് പോയി, അതാണ് പറയേണ്ടത്. അപ്പോൾ ഒരു ടൈം കൺജങ്ഷൻ ആണ് നമുക്ക് വേണ്ടത്. നമുക്കിതിനെ ഇങ്ങനെ കമ്പൈൻ ചെയ്യാം.
ആഫ്റ്റർ ഐ കംപ്ലീറ്റഡ് മൈ ജോബ് ഐ വെൻറ്റ് ഹോം, അല്ലെങ്കിൽ വെൻ ഐ കംപ്ലീറ്റഡ് മൈ ജോബ് ഐ വെൻറ്റ് ഹോം. വെൻ ഐ കംപ്ലീറ്റഡ് മൈ ജോബ് എന്ന് പറയുമ്പോൾ എൻ്റെ ജോലി പൂർത്തിയാക്കിയപ്പോൾ ഞാൻ വീട്ടിൽ പോയി. ആഫ്റ്റർ ഐ കംപ്ലീറ്റഡ് മൈ ജോബ് എന്ന് പറഞ്ഞാൽ എൻ്റെ ജോലി പൂർത്തിയാക്കിയതിന് ശേഷം ഞാൻ വീട്ടിൽ പോയി. വെൻ എന്ന കൺജങ്ഷൻ നമുക്ക് ഉപയോഗിക്കാം, ആഫ്റ്റർ എന്ന കൺജങ്ഷൻ ഉപയോഗിക്കാം. ചെറിയൊരു ഡിഫറൻസ് വരും, പക്ഷെ അത് കാര്യമാക്കേണ്ടതില്ല. രണ്ടാമത് എഴുതിയിരിക്കുന്ന ഒരു കോംപ്ലക്സ് സെൻറ്റൻസ് ആണ്. അവിടെ രണ്ട് ക്ലോസ് ഉണ്ട്. വെൻ ഐ കംപ്ലീറ്റഡ് മൈ ജോബ്, ഞാൻ എൻ്റെ ജോലി പൂർത്തിയാക്കിയപ്പോൾ, അതൊരു സബോർഡിനേറ്റ് ക്ലോസ് ആണ്. പൂർത്തിയാക്കിയപ്പോൾ എന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ കുറച്ചുകൂടി എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ അതിനോട് ആഡ് ചെയ്യണം, എന്നാലേ അതിൻ്റെ മീനിങ് കംപ്ലീറ്റ് ആവും. പക്ഷേ ഐ വെൻറ്റ് ഹോം എന്ന ക്ലോസിൻ്റെ മീനിങ് കംപ്ലീറ്റ് ആണ്, ഞാൻ വീട്ടിൽ പോയി. അതിനോട് ഇനി ഒന്നും നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ വെൻ ഐ കംപ്ലീറ്റഡ് മൈ ജോബ് എന്ന ക്ലോസിന് തനിച്ച് നിൽക്കാൻ കഴിയില്ല. അപ്പോൾ ഈ സെൻറ്റൻസിൽ രണ്ട് ക്ലോസ് ഉണ്ട്, ഒരു മെയിൻ ക്ലോസും ഉണ്ട്, ഒരു സബോർഡിനേറ്റ് ക്ലോസും ഉണ്ട്. ആ സബോർഡിനേറ്റ് ക്ലോസിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വെൻ എന്ന കൺജങ്ഷൻ ഉപയോഗിച്ചിട്ടാണ്. വെൻ ഐ കംപ്ലീറ്റഡ് മൈ ജോബ് ഐ വെൻറ്റ് ഹോം. ഐ വെൻറ്റ് ഹോം വെൻ ഐ കംപ്ലീറ്റഡ് മൈ ജോബ് എന്നും നമുക്ക് പറയാം. സബോർഡിനേറ്റ് ക്ലോസ് ആദ്യം വരാം, അല്ലെങ്കിൽ മെയിൻ ക്ലോസിന് ശേഷം വരാം. ക്ലോസസിൻ്റെ പൊസിഷൻ ഇംഗ്ലീഷിൽ അത്ര പ്രധാനമല്ല. ING ഫോംസ് ഉപയോഗിച്ച് രണ്ട് ക്ലോസുകളെ കമ്പൈൻ ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്ക് ING ഫോമിന് പകരം ഒരു സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഉപയോഗിച്ച്, അതൊരു റീസൺ കാണിക്കുന്ന സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആവാം, അല്ലെങ്കിൽ ഒരു ടൈം കാണിക്കുന്ന സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആവാം. അതുപയോഗിച്ച് കമ്പൈൻ ചെയ്ത് നമുക്ക് കോംപ്ലക്സ് സെൻറ്റൻസ് ആക്കി മാറ്റാൻ സാധിക്കും. ബീയിങ് ടയേർഡ് ഐ വെൻറ്റ് ടു ബെഡ് ഏർലി, അല്ലെങ്കിൽ ഫീലിംഗ് ടയേർഡ് ഐ വെൻറ്റ് ടു ബെഡ് ഏർലി. നല്ല ക്ഷീണം തോന്നിയതിനാൽ, ക്ഷീണം ഉണ്ടായിരുന്നതിനാൽ ഞാൻ നേരത്തെ കിടക്കാൻ പോയി. അതാണ് ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം. രണ്ട് ക്ലോസുകൾ ഉണ്ട് ഇവിടെ. ഈ സെൻറ്റൻസിലില്ല, പക്ഷെ രണ്ട് ക്ലോസുകളെ നമ്മളിവിടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ഒരു സിമ്പിൾ സെൻറ്റൻസ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഐ വാസ് ടയേർഡ് ഐ വെൻറ്റ് ടു ബെഡ് ഏർലി, ഇതാണ് രണ്ട് സെൻറ്റൻസസ്. അല്ലെങ്കിൽ ഐ ഫെൽറ്റ് ടയേർഡ് ഐ വെൻറ്റ് ടു ബെഡ് ഏർലി. ഈ രണ്ട് ക്ലോസുകളെ ING ഫോം ഉപയോഗിച്ച് കമ്പൈൻ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് ഒരു സിമ്പിൾ സെൻറ്റൻസ് തന്നെയാണ്. ബീയിങ് ടയേർഡ് ഐ വെൻറ്റ് ടു ബെഡ് ഏർലി. ഇവിടെ ഒറ്റ ഫൈനൈറ്റ് വെർബേ ഉള്ളൂ, വെൻറ്റ്. ബീയിങ് ഒരു നോൺ ഫൈനൈറ്റ് ആണ്, ടയേർഡ് എന്നതും നോൺ ഫൈനൈറ്റ് ആണ്. ബീയിങ് ടയേർഡ് ഐ വെൻറ്റ് ടു ബെഡ് ഏർലി. ക്ഷീണം തോന്നിയതിനാൽ ഞാൻ നേരത്തെ കിടക്കാൻ പോയി. തോന്നിയതിനാൽ, ആ മീനിങ് വരുന്നൊരു കൺജങ്ഷനാണ് ആസ്. സിൻസും നമുക്ക് ഉപയോഗിക്കാം, ബിക്കോസും നമുക്ക് ഉപയോഗിക്കാം. ആ കൺജങ്ഷൻസിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ച് ഈ ക്ലോസുകളെ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക കോംപ്ലക്സ് സെൻറ്റൻസ് ആണ്. ആസ് ഐ വാസ് ടയേർഡ് ഐ വെൻറ്റ് ടു ബെഡ് ഏർലി. ബീയിങ് ടയേർഡ് ഐ വെൻറ്റ് ടു ബെഡ് ഏർലി എന്നത് സിമ്പിൾ സെൻറ്റൻസ് ആണ്. അതേ മീനിങ് വരുന്ന കോംപ്ലക്സ് സെൻറ്റൻസ് ആണ് ആസ് ഐ വാസ് ടയേർഡ് ഐ വെൻറ്റ് ടു ബെഡ് ഏർലി എന്നത്. സിൻസ് ഐ വാസ് ടയേർഡ് എന്ന് പറയാം, ബിക്കോസ് ഐ വാസ് ടയേർഡ് എന്നും നമുക്ക് പറയാം. ആസ് ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ക്ലോസുകൾ, സിൻസ് ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ക്ലോസുകൾ, ബിക്കോസ് ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ക്ലോസുകൾ എല്ലാം സബോർഡിനേറ്റ് ക്ലോസസ് ആണ്. ആസ് ഐ വാസ് ടയേർഡ് ഐ വെൻറ്റ് ടു ബെഡ് ഏർലി, അതൊരു കോംപ്ലക്സ് സെൻറ്റൻസ് ആണ്. ഇവിടുത്തെ മെയിൻ ക്ലോസ് ആണ് ഐ വെൻറ്റ് ടു ബെഡ് ഏർലി. സബോർഡിനേറ്റ് ക്ലോസ് ആണ് ആസ് ഐ വാസ് ടയേർഡ്. ഇത് ആക്ച്വലി ഒരു അഡ്വർബ് ക്ലോസ് ആണ്. റീസൺ കാണിക്കുന്ന ക്ലോസസ്, പർപ്പസ് കാണിക്കുന്ന ക്ലോസസ്, മാനർ കാണിക്കുന്ന ക്ലോസസ്, ടൈം കാണിക്കുന്ന ക്ലോസസ്, ഇതെല്ലാം അഡ്വർബ് ക്ലോസസ് ആയിരിക്കും. മൂന്ന് തരത്തിലുള്ള സബോർഡിനേറ്റ് ക്ലോസ് ഉണ്ട്, നമ്മൾ ഈ ലെസന്റെ ആദ്യം പറഞ്ഞിരുന്നു. നൗൺ ക്ലോസ് ഉണ്ട്, അഡ്ജക്റ്റീവ് ക്ലോസ് ഉണ്ട്, അഡ്വർബ് ക്ലോസ് ഉണ്ട്. അഡ്ജക്റ്റീവ് ക്ലോസിന് തന്നെയാണ് നമ്മൾ റിലേറ്റീവ് ക്ലോസ് എന്ന് പറയുന്നത്. അഡ്ജക്റ്റീവ് ക്ലോസസ് ഒരു അഡ്ജക്റ്റീവിന്റെ പർപ്പസ് ആണ് സെർവ് ചെയ്യുന്നത്. നൗൺ ക്ലോസ് ഒരു നൗണിന്റെ പർപ്പസ് ആണ് സെർവ് ചെയ്യുന്നത്. അഡ്വർബ് ക്ലോസ് ഒരു അഡ്വർബിന്റെ പർപ്പസ് ആണ് സെർവ് ചെയ്യുന്നത്. നോട്ട് നോയിങ് വാട്ട് ടു ഡു ഐ വെൻറ്റ് ടു ബെഡ്. എന്ത് ചെയ്യണമെന്ന് അറിയാത്തത് കൊണ്ട് ഞാൻ നേരെ കിടക്കാൻ പോയി. ഇവിടുത്തെ രണ്ട് ക്ലോസസ് ഏതൊക്കെയാ? ഐ ഡിഡിൻ നോ വാട്ട് ടു ഡു. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഐ ഡിഡിൻ നോ വാട്ട് ടു ഡു. ഐ വെൻറ്റ് ടു ബെഡ്. ഞാൻ കിടക്കാൻ പോയി. ഈ രണ്ട് ക്ലോസുകളെ ING ഫോം ഉപയോഗിച്ച് കമ്പൈൻ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയതാണ് ഈ സെൻറ്റൻസ്. നോട്ട് നോയിങ് വാട്ട് ടു ഡു. ഐ ഡിഡിൻ നോ വാട്ട് ടു ഡു എന്നതിന് പകരമാണ് നമ്മളിവിടെ നോട്ട് നോയിങ് എന്ന് പറയുന്നത്. നോട്ട് നോയിങ് വാട്ട് ടു ഡു ഐ വെൻറ്റ് ടു ബെഡ്. ഞാൻ കിടക്കാൻ പോയി. എന്ത് ചെയ്യണമെന്ന് അറിയാത്തതിനാൽ ഞാൻ കിടക്കാൻ പോയി, അതാണ് ഈ സെന്റൻസിന്റെ അർത്ഥം. അറിയാത്തതിനാൽ ആ മീനിങ് ഉള്ള ഒരു കൺജങ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഈ ക്ലോസുകളെ കമ്പൈൻ ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക കോംപ്ലക്സ് സെന്റൻസ് ആണ്. ആസ് ഐ ഡിഡിൻ നോ വാട്ട് ടു ഡു ഐ വെൻറ്റ് ടു ബെഡ്. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാത്തതിനാൽ ഞാൻ കിടക്കാൻ പോയി. രണ്ട് ക്ലോസുകൾ ING ഫോം ഉപയോഗിച്ച് കമ്പൈൻ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് സിമ്പിൾ സെന്റൻസ് ആയിരുന്നു. ഒരു സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഉപയോഗിച്ച് കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു കോംപ്ലക്സ് സെന്റൻസ് ആണ്. ഡെസ്പൈറ്റ് ബീയിങ് ഇൽ ഷീ ഈസ് ചിയർഫുൾ. ഡെസ്പൈറ്റ് ഒരു പ്രിപ്പോസിഷൻ ആണ്. പ്രിപ്പോസിഷന് ശേഷം വരുന്ന വെർബ് എല്ലായ്പ്പോഴും അതിന്റെ ING ഫോമിലായിരിക്കും. അതൊരു നോൺ ഫൈനൈറ്റ് വെർബ് ആയിരിക്കും. സുഖമില്ലെങ്കിലും അവൾ ചിയർഫുൾ ആണ്, അവൾ ഹാപ്പിയാണ്. സുഖമില്ലെങ്കിലും ഡെസ്പൈറ്റ് ബീയിങ് ഇൽ ഷീ ഈസ് ചിയർഫുൾ. ഷീ ഈസ് ഇൽ, ഷീ ഈസ് ചിയർഫുൾ. ഇതാണ് രണ്ട് ക്ലോസസ്. അതിനെ നമ്മൾ ING ഫോം ഉപയോഗിച്ച് കമ്പൈൻ ചെയ്തിട്ടാണ് ഈ സിമ്പിൾ സെന്റൻസ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഡെസ്പൈറ്റ് ബീയിങ് ഇൽ ഷീ ഈസ് ചിയർഫുൾ.
സുഖമില്ലെങ്കിലും, എങ്കിലും എന്ന മീനിങ് വരുന്ന ഒരു കൺജങ്ഷൻ ആണ് നമുക്കിനി വേണ്ടത്. ആ മീനിങ് വരുന്ന മൂന്ന് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഉണ്ട് ഇംഗ്ലീഷിൽ. ദോ, ഓൾ ദോ, ഈവൻ ദോ. ഇതിലേതും നമുക്ക് ഉപയോഗിക്കാം. ദോ ഷീ ഈസ് ഇൽ, ഷീ ഈസ് ചിയർഫുൾ. അവൾക്ക് സുഖമില്ലെങ്കിലും അവൾ ഹാപ്പിയാണ്. ദോ ഷീ ഈസ് ഇൽ. ദോയ്ക്ക് പകരം നമുക്കിവിടെ ഓൾ ദോ ഉപയോഗിക്കാം, ഈവൻ ദോയും ഉപയോഗിക്കാം. ഈവൻ ദോ കുറച്ചുകൂടി സ്ട്രോങ് ആണ്. ഓൾ ദോ ദോയേക്കാൾ കുറച്ചുകൂടി ഫോർമൽ ആണ്. നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന കൺജങ്ഷൻ ദോ ആണ്. ദോ ഷീ ഈസ് ഇൽ, ഷീ ഈസ് ചിയർഫുൾ. ഡെസ്പൈറ്റ് ബീയിങ് ഇൽ എന്ന ആ ഒരു ഫ്രേസിന് പകരമായിട്ടാണ് നമ്മളിവിടെ ദോ ഷീ ഈസ് ഇൽ എന്ന സബോർഡിനേറ്റ് ക്ലോസ് ഉപയോഗിക്കുന്നത്. ഇതും ഒരു കോംപ്ലക്സ് സെന്റൻസ് ആണ്. ഡെസ്പൈറ്റ്, ഇൻസ്പൈറ്റ് ഓഫ് ഇത് ഉപയോഗിച്ച് കമ്പൈൻ ചെയ്തിട്ടുള്ള രണ്ട് ക്ലോസുകളെ നമുക്ക് ദോ, ഓൾ ദോ, ഈവൻ ദോ ഉപയോഗിച്ച് കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്കൊരു കോംപ്ലക്സ് സെന്റൻസ് കിട്ടും. ഡെസ്പൈറ്റിന്റെയും ഇൻസ്പൈറ്റ് ഓഫിന്റെയും അതേ മീനിങ് വരുന്ന കൺജങ്ഷൻസ് ആണ് ദോയും, ഓൾ ദോയും, ഈവൻ ദോയും. ഡെസ്പൈറ്റും ഇൻസ്പൈറ്റ് ഓഫും പ്രിപ്പോസിഷൻസ് ആണ്. ഡെസ്പൈറ്റിന് ശേഷം ഓഫ് ഇല്ല, അതുകൂടി ഓർത്തു വയ്ക്കാം. ഇൻസ്പൈറ്റ് ഓഫ് ദ റെയിൻ വി എൻജോയ്ഡ് ദ ഔട്ടിംഗ്. മഴയുണ്ടെങ്കിലും ഞങ്ങൾ ഔട്ടിംഗ് എൻജോയ് ചെയ്തു. മഴ വക വയ്ക്കാതെ ഞങ്ങൾ ഔട്ടിംഗ് എൻജോയ് ചെയ്തു. ഇവിടെ ഇൻസ്പൈറ്റ് ഓഫ് എന്ന പ്രിപ്പോസിഷന് ശേഷം ദ റെയിൻ എന്ന നൗൺ ആണ് വന്നിട്ടുള്ളത്. വി എൻജോയ്ഡ് ദ ഔട്ടിംഗ്, അതാണ് ഇവിടുത്തെ മെയിൻ ക്ലോസ്. ഇതൊരു സിമ്പിൾ സെന്റൻസ് ആണ്. ഇവിടെ ഒറ്റ വെർബേ ഉള്ളൂ, എൻജോയ്ഡ്. ഇൻസ്പൈറ്റ് ഓഫ് ദ റെയിൻ എന്നതിന് പകരം നമുക്ക് ദോ ഇറ്റ് വാസ് റെയിനിങ് എന്ന് പറയാം. അതൊരു ക്ലോസ് ആണ്, ഒരു സബോർഡിനേറ്റ് ക്ലോസ് ആണ്. ദോ ഇറ്റ് വാസ് റെയിനിങ് വി എൻജോയ്ഡ് ദ ഔട്ടിംഗ്. മഴ പെയ്യുന്നുണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ ഔട്ടിംഗ് എൻജോയ് ചെയ്തു. ദോ ഇറ്റ് വാസ് റെയിനിങ് മഴ പെയ്യുന്നുണ്ടായിരുന്നുവെങ്കിലും വി എൻജോയ്ഡ് ദ ഔട്ടിംഗ്. നമുക്കിപ്പോൾ കിട്ടിയത് ഒരു കോംപ്ലക്സ് സെന്റൻസ് ആണ്. ഇവിടെ രണ്ട് ക്ലോസ് ഉണ്ട്. ദോ ഇറ്റ് വാസ് റെയിനിങ് ആണ് സബോർഡിനേറ്റ് ക്ലോസ്, അതൊരു സബോർഡിനേറ്റ് അഡ്വർബ് ക്ലോസ് ആണ്. വി എൻജോയ്ഡ് ദ ഔട്ടിംഗ് അതാണ് മെയിൻ ക്ലോസ്. അതിന്റെ മീനിങ് കംപ്ലീറ്റ് ആണ്, ഞങ്ങൾ ഔട്ടിംഗ് എൻജോയ് ചെയ്തു. ദോ ഇറ്റ് വാസ് റെയിനിങ് മഴ പെയ്യുന്നുണ്ടായിരുന്നെങ്കിലും അതിന്റെ മീനിങ് കംപ്ലീറ്റ് അല്ല. ഇറ്റ് വാസ് റെയിനിങ് എന്നതിന്റെ മീനിങ് കംപ്ലീറ്റ് ആണ്. പക്ഷെ അതിന്റെ കൂടെ ദോ എന്ന കൺജങ്ഷൻ വരുമ്പോൾ, ആ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ വരുമ്പോൾ പിന്നെ അതിന്റെ മീനിങ് കംപ്ലീറ്റ് അല്ല. അതൊരു ഡിപ്പെൻഡന്റ് ക്ലോസ് അല്ലെങ്കിൽ സബോർഡിനേറ്റ് ക്ലോസ് ആയി മാറുന്നു. ഹി അഡ്മിറ്റഡ് ഹിസ് ഗിൽറ്റ്. അവൻ അവന്റെ കുറ്റം അല്ലെങ്കിൽ തെറ്റ് സമ്മതിച്ചു. ഇതുപോലത്തെ എക്സാമ്പിൾസ് നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നു. അവൻ അവന്റെ കുറ്റം സമ്മതിച്ചു. അവൻ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് അല്ലെങ്കിൽ അവൻ കുറ്റവാളിയാണെന്ന്, തെറ്റുകാരനാണെന്ന് സമ്മതിച്ചു. അങ്ങനെയും നമുക്ക് ഈ കാര്യം പറയാം. ഹി അഡ്മിറ്റഡ് ദാറ്റ് ഹി വാസ് ഗിൽറ്റി. ഹി അഡ്മിറ്റഡ് ഹിസ് ഗിൽറ്റ് ഒരു സിമ്പിൾ സെന്റൻസ് ആണ്. അവിടെ ഒറ്റ വെർബേ ഉള്ളൂ, അഡ്മിറ്റഡ്. ഹി അഡ്മിറ്റഡ് ദാറ്റ് ഹി വാസ് ഗിൽറ്റി. ഹിസ് ഗിൽറ്റ് എന്ന നൗണിന് പകരം നമ്മൾ ദാറ്റ് ഹി വാസ് ഗിൽറ്റി എന്ന നൗൺ ക്ലോസ് ഉപയോഗിച്ചു. നൗൺ ക്ലോസസ് പൊതുവെ ദാറ്റ് ഉപയോഗിച്ചാണ് സ്റ്റാർട്ട് ചെയ്യുക. അജക്റ്റീവ് ക്ലോസസും ദാറ്റ് ഉപയോഗിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. പക്ഷെ എന്ന അർത്ഥത്തിൽ നമ്മൾ ദാറ്റ് ഉപയോഗിക്കുമ്പോൾ അത് നൗൺ ക്ലോസ് ആണ്. അവൻ തെറ്റുകാരനാണെന്ന് അല്ലെങ്കിൽ കുറ്റക്കാരനാണെന്ന് അവൻ സമ്മതിച്ചു. ഹി അഡ്മിറ്റഡ് ദാറ്റ് ഹി വാസ് ഗിൽറ്റി. ഹിസ് ഗിൽറ്റ് എന്ന നൗണിന് പകരം ദാറ്റ് ഹി വാസ് ഗിൽറ്റി എന്ന നൗൺ ക്ലോസ് ഉപയോഗിച്ചപ്പോൾ നമുക്ക് ഇതൊരു കോംപ്ലക്സ് സെന്റൻസ് ആയി കിട്ടി. ഇവിടെ രണ്ട് ഫൈനൈറ്റ് വെർബ്സ് ഉണ്ട്. അഡ്മിറ്റഡ് ഫൈനൈറ്റ് വെർബാണ്, വാസും ഫൈനൈറ്റ് വെർബാണ്. മെയിൻ ക്ലോസ് ഹി അഡ്മിറ്റഡ് ദാറ്റ് ഹി വാസ് ഗിൽറ്റി, അത് സബോർഡിനേറ്റ് നൗൺ ക്ലോസ്. ഷീ ഈസ് ലൈക്ലി ടു ഗെറ്റ് പ്രൊമോട്ടഡ്. ഇതുപോലൊരു സെന്റൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഇറ്റ് ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഷീ ഈസ് ലൈക്ലി എന്ന് പറയുന്നതിന് പകരം ഇറ്റ് ഈസ് ലൈക്ലി എന്ന് പറയാം. പിന്നെ അതിനുശേഷം ദാറ്റ് ക്ലോസ് ആണ് വരിക. ഇറ്റ് ഈസ് ലൈക്ലി ദാറ്റ് ഷീ വിൽ ഗെറ്റ് പ്രൊമോട്ടഡ്. ഈ സെന്റൻസ് പ്രസന്റ് ടെൻസിലാണ്, അതുകൊണ്ടാണ് നമ്മളിവിടെ വിൽ ഉപയോഗിച്ചത്. ഈ സെന്റൻസ് പാസ്റ്റ് ടെൻസിലാണെങ്കിൽ നമ്മൾ വുഡ് ആണ് ഉപയോഗിക്കുക. ഇറ്റ് ഈസ് ലൈക്ലി ദാറ്റ് ഷീ വിൽ ഗെറ്റ് പ്രൊമോട്ടഡ്. ഷീ ഈസ് ലൈക്ലി ടു ഗെറ്റ് പ്രൊമോട്ടഡ് എന്ന സിമ്പിൾ സെന്റൻസിനെ കോംപ്ലക്സ് സെന്റൻസ് ആക്കുന്നത് ഇങ്ങനെയാണ്. ഷീ ഈസ് ലൈക്ലി എന്നതിന് പകരം ഇറ്റ് ഈസ് ലൈക്ലി എന്ന് പറയുക. പിന്നെ അതിനുശേഷം ഒരു ദാറ്റ് ക്ലോസ് ഉപയോഗിക്കുക. ദാറ്റ് ഷീ വിൽ ഗെറ്റ് പ്രൊമോട്ടഡ്. ദാറ്റ് ക്ലോസിൽ നമ്മളിവിടെ വില്ല് കൂടി ഉപയോഗിക്കുന്നുണ്ട്. ഐ ഇൻഫോംഡ് ഹിം ഓഫ് ഹിസ് സക്സസ്. അവന്റെ വിജയത്തിനെ കുറിച്ച് ഞാൻ അവനെ അറിയിച്ചു. സിമ്പിൾ സെന്റൻസ് ആണ്, ഒറ്റ ഫൈനൈറ്റ് വെർബേ ഉള്ളൂ, ഇൻഫോംഡ്. അവൻ വിജയിച്ചു എന്ന് ഞാൻ അവനെ അറിയിച്ചു. അങ്ങനെ പറഞ്ഞാലും ഇതേ മീനിങ് തന്നെയാണ്. ഐ ഇൻഫോംഡ്, ഐ സബ്ജക്റ്റ്, ഇൻഫോംഡ് വെർബ്. പിന്നെ അതിന്റെ ഒബ്ജക്റ്റ് ആയി നമുക്കൊരു നൗൺ ക്ലോസ് ഉപയോഗിക്കാം. ഐ ഇൻഫോംഡ് ദാറ്റ് ഹി ഹാഡ് സക്സീഡഡ്. അവൻ വിജയിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ അവനെ അറിയിച്ചു. ദാറ്റ് ഹി ഹാഡ് സക്സീഡഡ്. ഇവിടെ ദാറ്റ് ക്ലോസിൽ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. കാരണം അതാണ് ആദ്യം നടന്നത്, പിന്നെ അതിനുശേഷമാണ് ഞാൻ അവനെ അറിയിക്കുന്നത്. ഐ ഇൻഫോംഡ് ഹിം ദാറ്റ് ഹി ഹാഡ് സക്സീഡഡ്. ഇൻഫോംഡ് ഹിം ഓഫ് ഹിസ് സക്സസ് എന്ന ഫ്രേസിന് പകരമായിട്ടാണ് നമ്മളിവിടെ ദാറ്റ് ഹി ഹാഡ് സക്സീഡഡ് എന്ന നൗൺ ക്ലോസ് ഉപയോഗിക്കുന്നത്. ഹി സെറ്റ് ടു ബി എ മാൻ ഓഫ് ക്യാരക്ടർ. അവിടെ നല്ല വ്യക്തിത്വമുള്ള, നല്ല സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ് എന്നാണ് പറയപ്പെടുന്നത്. ഹി സെറ്റ് ടു ബി എ മാൻ ഓഫ് ക്യാരക്ടർ.
ഇതും നമുക്ക് ഇറ്റ് ഉപയോഗിച്ച് പറയാം. ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ഹി ഈസ് എ മാൻ ഓഫ് ക്യാരക്ടർ. ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ഹി ഈസ് എ മാൻ ഓഫ് ക്യാരക്ടർ. ആദ്യത്തെ സെന്റൻസ് സിമ്പിൾ ആണ്, അതിനകത്ത് ഒറ്റ ഫൈനൈറ്റ് വെർബേ ഉള്ളൂ, ഈസ്. ടു ബി ഇൻഫിനിറ്റീവ് ആണ്, അത് ഫൈനൈറ്റ് വെർബ് അല്ല. രണ്ടാമത്തെ സെന്റൻസിൽ രണ്ട് ഫൈനൈറ്റ് വെർബ് ഉണ്ട്, രണ്ടും ഈസ് തന്നെയാണ്. ഇറ്റ് ഈസ് സെഡ് ദാറ്റിലെ ഈസും ഹി ഈസ് എ മാൻ ഓഫ് ക്യാരക്ടറിലെ ഈസും. ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ഹി ഈസ് എ മാൻ ഓഫ് ക്യാരക്ടർ, അയാളൊരു നല്ല വ്യക്തിയാണ് എന്നാണ് പറയപ്പെടുന്നത്. സെഡ് ടു ബി, റിപ്പോർട്ടഡ് ടു ബി, അലജ് ടു ബി, എക്സ്പെക്റ്റഡ് ടു ബി, ഇതിനെല്ലാം നമുക്ക് ഇറ്റ് ഉപയോഗിച്ച് മാറ്റി എഴുതാം. സെഡ് ടു ബി എന്നതിന് പകരം നമുക്ക് ഇറ്റ് ഈസ് സെഡ് ദാറ്റ് എന്ന് പറയാം. റിപ്പോർട്ടഡ് ടു ബി എന്നതിന് പകരം നമുക്ക് ഇറ്റ് ഈസ് റിപ്പോർട്ടഡ് ദാറ്റ് എന്ന് പറയാം. എക്സ്പെക്റ്റഡ് ടു ബി എന്നതിന് പകരം നമുക്ക് ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ദാറ്റ് എന്ന് പറയാം. എക്സ്പെക്റ്റഡ് ടു ബി എന്ന് പറയുമ്പോൾ അത് സിമ്പിൾ സെന്റൻസിലാണ് വരിക. ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ദാറ്റ് എന്നത് കോംപ്ലക്സ് സെന്റൻസിലാണ് വരിക. അപ്പോൾ ഇതുപോലത്തെ ഒരു സെന്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഈ സ്ട്രക്ചറാണ് യൂസ് ചെയ്യേണ്ടത്. ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ ആർ റിപ്പോർട്ടഡ് ടു ഹാവ് ലോസ്റ്റ് ദെയർ ഹോംസ്. നൂറുകണക്കിന് ആളുകൾക്ക് അവരുടെ വീട് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇതിന് പകരവും നമുക്ക് ഇറ്റ് ഈസ് റിപ്പോർട്ടഡ് ദാറ്റ് എന്ന് പറയാം. ഇറ്റ് ഈസ് റിപ്പോർട്ടഡ് ദാറ്റ് ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ ഹാവ് ലോസ്റ്റ് ദെയർ ഹോംസ്. റിപ്പോർട്ടഡ് ടു ഹാവിന് പകരവും നമുക്ക് ഇറ്റ് ഈസ് റിപ്പോർട്ടഡ് ദാറ്റ് എന്ന് പറയാം. റിപ്പോർട്ടഡ് ടു ബിക്ക് പകരവും നമുക്ക് ഇറ്റ് ഈസ് റിപ്പോർട്ടഡ് ദാറ്റ് എന്ന് പറയാം. Hundreds of people are reported to have lost their homes. It is reported that hundreds of people have lost their homes. The doctor suggested taking a long holiday. Suggest എന്ന വെർബിന് ശേഷം നമുക്ക് ing ഫോം യൂസ് ചെയ്യാം, that clause ഉപയോഗിക്കാം. സജസ്റ്റിന് ശേഷം ing ഫോം ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് സിമ്പിൾ സെന്റൻസ് ആണ്. സജസ്റ്റിന് ശേഷം that clause ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് കോംപ്ലക്സ് സെന്റൻസ് ആണ്. ഒരു നീണ്ട അവധി എടുക്കണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചു. ing ഫോം ഉപയോഗിക്കുന്ന സമയത്ത് ആരെടുക്കണം എന്നൊന്നും വ്യക്തമല്ല, നമുക്കത് ഞാൻ എടുക്കണം എന്ന രീതിയിൽ പറയാം. The doctor suggested that I should take a long holiday. That I should take a long holiday, അതൊരു നൗൺ ക്ലോസ് ആണ്. ഡോക്ടർ എന്താ സജസ്റ്റ് ചെയ്തത്? ഞാനൊരു ഹോളിഡേ എടുക്കണമെന്ന്. സജസ്റ്റഡ് എന്ന വെർബിന്റെ ഒബ്ജക്റ്റ് ആയിട്ടാണ് നമ്മളിവിടെ that I should take a long holiday എന്ന നൗൺ ക്ലോസ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ സെന്റൻസ് ഒരു കോംപ്ലക്സ് സെന്റൻസ് ആണ്. ഇവിടെ രണ്ട് ക്ലോസ് ഉണ്ട്. ഫസ്റ്റ് ക്ലോസ് the doctor suggested, ഡോക്ടർ നിർദ്ദേശിച്ചു. സബോർഡിനേറ്റ് നൗൺ ക്ലോസ് ദാറ്റ് ഐ ഷുഡ് ടേക്ക് എ ലോങ് ഹോളിഡേ, ഞാനൊരു നീണ്ട അവധി എടുക്കണമെന്ന്. എന്ന അർത്ഥത്തിലാണ് നമ്മളിവിടെ ദാറ്റ് ഉപയോഗിച്ചിട്ടുള്ളത്. ആ മീനിങ്ങിൽ ദാറ്റ് ഉപയോഗിക്കുമ്പോൾ അത് എല്ലായ്പ്പോഴും ഒരു നൗൺ ക്ലോസ് ആയിരിക്കും. ഫസ്റ്റ് സെന്റൻസ് സിമ്പിൾ ആണ്, അതിനകത്ത് ഒറ്റ ഫൈനൈറ്റ് വെർബേ ഉള്ളൂ, സജസ്റ്റഡ്. സെക്കൻഡ് സെന്റൻസ് കോംപ്ലക്സ് ആണ്, അതിൽ രണ്ട് ഫൈനൈറ്റ് വെർബ് ഉണ്ട്. ഷീ ഇൻസിസ്റ്റഡ് ഓൺ ബീയിങ് പെയ്ഡ് അറ്റ് വൺസ്. അപ്പം തന്നെ അവൾക്ക് അവളുടെ പണം കിട്ടണമെന്ന് അവൾ നിർബന്ധം പിടിച്ചു, വാശി പിടിച്ചു. ഇൻസിസ്റ്റിന് ശേഷം നമുക്ക് ing ഫോം ഉപയോഗിക്കാം, ദാറ്റ് ക്ലോസ് ഉപയോഗിക്കാം. ing ഫോം ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ ing ഫോമിന് മുന്നിൽ ഓൺ എന്നൊരു പ്രിപ്പോസിഷൻ കാണും. ദാറ്റ് ക്ലോസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ പിന്നെ അവിടെ ഓൺ എന്ന പ്രിപ്പോസിഷൻ ഇല്ല. ഷീ ഇൻസിസ്റ്റഡ് ദാറ്റ് ഷീ ഷുഡ് ബി പെയ്ഡ് അറ്റ് വൺസ്. ഇൻസിസ്റ്റിന് ശേഷമുള്ള ദാറ്റ് ക്ലോസിൽ നമ്മൾ പൊതുവെ ഷുഡ് ഉപയോഗിക്കും. സജസ്റ്റിന് ശേഷം വരുന്ന ദാറ്റ് ക്ലോസിലും നമ്മൾ പൊതുവെ ഷുഡ് ഉപയോഗിക്കും. She insisted that she should be paid at once. She insisted. Insisted എന്ന വെർബിന്റെ ഒബ്ജക്റ്റ് ആയിട്ടാണ് നമ്മളിവിടെ പിന്നെ ദാറ്റ് ക്ലോസ് ഉപയോഗിച്ചിട്ടുള്ളത്. That she should be paid. അവൾക്ക് അപ്പം തന്നെ പണം നൽകണമെന്ന്. She insisted that she should be paid at once. ആദ്യത്തെ സെന്റൻസ് സിമ്പിൾ സെന്റൻസ് ആണ്, അതിൽ ഒറ്റ ഫൈനൈറ്റ് വെർബേ ഉള്ളൂ, ഇൻസിസ്റ്റഡ്. ബീയിങ് പെയ്ഡ്, അത് രണ്ടും ഫൈനൈറ്റ് വെർബ്സ് അല്ല, നോൺ ഫൈനൈറ്റ്സ് ആണ്. രണ്ടാമത്തെ സെന്റൻസിൽ രണ്ട് ഫൈനൈറ്റ് വെർബ് ഉണ്ട്, ഇൻസിസ്റ്റഡ്, ഷുഡ് ബി പെയ്ഡ്. മോഡൽ വെർബ്സും പ്രൈമറി ഓക്സിലറീസും എല്ലാം ഫൈനൈറ്റ് വെർബ്സ് ആണ്. ഡു യു മൈൻഡ് മൈ കമ്മിങ് ലേറ്റ്? ഞാൻ വൈകി വരുന്നതിൽ നിങ്ങൾക്ക് വിരോധമുണ്ടോ? ഡു യു മൈൻഡ് മൈ കമ്മിങ് ലേറ്റ്? ഒരു ing ഫോമിന് മുന്നിൽ നമ്മൾ ഒരു പ്രൊനൗൺ യൂസ് ചെയ്യുമ്പോൾ അത് എപ്പോഴും അതിന്റെ പൊസസീവ് ഫോമിലായിരിക്കും. ഡു യു മൈൻഡ് മൈ കമ്മിങ്? ഐ കമ്മിങ് അല്ല, മൈ കമ്മിങ്. ഞാൻ വൈകി വരുന്നതിൽ നിങ്ങൾക്ക് പരാതിയുണ്ടോ, വിരോധമുണ്ടോ? ഇത് നമുക്ക് ഈഫ് ഉപയോഗിച്ച് കമ്പൈൻ ചെയ്ത് പറയുമ്പോൾ കിട്ടുക കോംപ്ലക്സ് സെന്റൻസ് ആണ്. ഡു യു മൈൻഡ് ഇഫ് ഐ കം ലേറ്റ്? ഡു യു മൈൻഡ് ഇഫ് ഐ കം ലേറ്റ്? ഇഫ് ഐ കം ലേറ്റ് എന്ന സബോർഡിനേറ്റ് ക്ലോസിന് പകരമായിട്ടാണ് നമ്മളിവിടെ മൈ കമ്മിങ് ലേറ്റ് എന്ന ജറൺ ഫ്രേസ് ഉപയോഗിക്കുന്നത്. ജറൺ ഫ്രേസ് ഉപയോഗിച്ചപ്പോൾ നമുക്ക് കിട്ടിയത് സിമ്പിൾ സെന്റൻസ് ആയിരുന്നു. ഇഫ് ഐ കം ലേറ്റ് എന്ന സബോർഡിനേറ്റ് ക്ലോസ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് കോംപ്ലക്സ് സെന്റൻസ് ആണ്. ഡു യു മൈൻഡ് ഇഫ് ഐ കം ലേറ്റ്? ഞാൻ വൈകി വരുന്നതിൽ നിങ്ങൾക്ക് വിരോധമുണ്ടോ? വുഡ് യു മൈൻഡ് മൈ സിറ്റിംഗ് ഹിയർ? ഞാൻ ഇവിടെ ഇരിക്കുന്നതിൽ നിങ്ങൾക്ക് വിരോധമുണ്ടോ? ഇത് നമ്മൾ എങ്ങനെയാ കോംപ്ലക്സ് സെന്റൻസ് ആക്കി മാറ്റാം? ഇവിടെയും നമുക്ക് ഇഫ് ക്ലോസ് തന്നെ ഉപയോഗിക്കാം. വുഡ് യു മൈൻഡ് ഇഫ് ഐ സാറ്റ് ഹിയർ? വുഡ് യു മൈൻഡിന് ശേഷം പിന്നെ വരുന്ന ഇഫ് ക്ലോസിൽ പാസ്റ്റ് ടെൻസ് ആണ്.
ഡു യു മൈൻഡിന് ശേഷം പിന്നെ വരുന്ന ഇഫ് ക്ലോസിലെ പ്രസന്റ് ടെൻസ് ആണ്. ഡു യു മൈൻഡ് ഇഫ് ഐ സിറ്റ് ഹിയർ? വുഡ് യു മൈൻഡ് ഇഫ് ഐ സാറ്റ് ഹിയർ? ഞാനിവിടെ ഇരുന്നാൽ നിങ്ങൾക്ക് വിരോധമുണ്ടോ? മൈ സിറ്റിംഗ് എന്ന ഒരു ജെറൻഡ് ഫ്രേസിന് പകരമാണ് നമ്മൾ ഇഫ് ഐ സാറ്റ് എന്ന നൗൺ ക്ലോസ് ഉപയോഗിക്കുന്നത്. ഷീ ആസ്ക്ഡ് ടു ഗോ. അവൾ പോവട്ടെ എന്ന് ചോദിച്ചു. അതാണ് ഈ സെന്റൻസിന്റെ അർത്ഥം. ഷീ ആസ്ക്ഡ് ടു ഗോ. അവൾ പോവട്ടെ എന്ന് ചോദിച്ചു. ഇതിനെ നമുക്ക് കോംപ്ലക്സ് സെന്റൻസ് ആക്കാൻ ഒരു ഇഫ് ക്ലോസ് ഉപയോഗിച്ചാൽ മതി. അവൾക്ക് പോകാൻ കഴിയുമോ എന്ന് അവൾ ചോദിച്ചു. ഷീ ആസ്ക്ഡ് ഇഫ് ഷീ കുഡ് ഗോ. ഷീ ആസ്ക്ഡ് ഇഫ് ഷീ കുഡ് ഗോ. ഷീ ആസ്ക്ഡ് പാസ്റ്റ് ടെൻസിലാണ്. പിന്നെ ഈഫിന് ശേഷം വരുന്നതും പാസ്റ്റ് ടെൻസ് തന്നെയാണ്. കുഡ് ഗോ. ക്യാൻ ഗോ അല്ല, കുഡ് ഗോ. ഷീ ആസ്ക്ഡ് ഇഫ് ഷീ കുഡ് ഗോ. അവൾക്ക് പോകാൻ കഴിയുമോ എന്ന് അവൾ ചോദിച്ചു. ഷീ ആസ്ക്ഡ് ടു ഗോ എന്നത് സിമ്പിൾ സെന്റൻസ് ആണ്. ഒറ്റ ഫൈനൈറ്റ് വെർബേ ഉള്ളൂ. ആസ്ക്ഡ്. ടു ഗോ നോൺ ഫൈനൈറ്റ് ആണ്. ഷീ ആസ്ക്ഡ് ഇഫ് ഷീ കുഡ് ഗോ എന്നത് കോംപ്ലക്സ് സെന്റൻസ് ആണ്. അവിടെ രണ്ട് ക്ലോസസ് ഉണ്ട്. ആ രണ്ട് ക്ലോസുകളെയും നമ്മൾ ഇഫ് എന്ന കൺജങ്ഷൻ ഉപയോഗിച്ചാണ് കമ്പൈൻ ചെയ്തിട്ടുള്ളത്. ദ ന്യൂസ് ഓഫ് ഹിസ് ഡെത്ത് ഷോക്ക്ഡ് us. അയാളുടെ മരണ വാർത്ത ഞങ്ങളെ ഞെട്ടിച്ചു. അയാൾ മരിച്ചു എന്ന വാർത്ത ഞങ്ങളെ ഞെട്ടിച്ചു എന്ന് നമുക്ക് പറയാം. The news that he had died shocked us. The news that he had died. അയാൾ മരിച്ചിട്ടുണ്ടായിരുന്നു എന്ന വാർത്ത അത് ഞങ്ങളെ ഞെട്ടിച്ചു. shocked us. The news of his death എന്ന ഫ്രേസിന് പകരം നമുക്ക് the news that he had died എന്ന് പറയാം. അങ്ങനെ മാറ്റി എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്നത് കോംപ്ലക്സ് സെന്റൻസ് ആണ്. രണ്ട് ക്ലോസുകൾ ഉണ്ട് ഇവിടെ. The news shocked us. വാർത്ത ഞങ്ങളെ ഞെട്ടിച്ചു. ഏത് ന്യൂസ്? that he had died. അയാൾ മരിച്ചിട്ടുണ്ട് എന്നത്. The news that he had died shocked us. Main clause the news shocked us. Subordinate clause that he had died. അത് റിലേറ്റീവ് ക്ലോസ് ആണ്. ന്യൂസ് എന്ന നൗണിനെ കുറിച്ചുള്ള അഡീഷണൽ ഇൻഫർമേഷൻ ആണ് അത് തരുന്നത്. അജക്റ്റീവ് ക്ലോസ് ആണ്. അജക്റ്റീവ് ക്ലോസ് തന്നെയാണ് റിലേറ്റീവ് ക്ലോസ്. ഈ ലെസൺ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു എന്ന് കരുതുന്നു. സിമ്പിൾ സെന്റൻസസിനെ എങ്ങനെ കോംപ്ലക്സ് സെന്റൻസ് ആക്കി മാറ്റാം, അതിനാവശ്യമായ ഡിഫറെന്റ് ടെക്നിക്സ്, അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത്. എല്ലായ്പ്പോഴും ഉപയോഗിക്കാവുന്ന ഒരു ടെക്നിക്കില്ല. നമ്മൾ മീനിങ്ങിനനുസരിച്ച് അതെങ്ങനെ കോംപ്ലക്സ് സെന്റൻസ് ആക്കി പറയാം എന്നാണ് നോക്കേണ്ടത്. ഒരു കോംപ്ലക്സ് സെന്റൻസ് നിർമ്മിക്കാൻ നമുക്ക് വേണ്ടത് ഒരു സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ, ഒരു റിലേറ്റീവ് പ്രൊനൗൺ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ വേർഡ് ആയിരിക്കും. പലപ്പോഴും നമ്മളിത് ചെയ്യുന്നത് ഒരു നൗണിനെ അല്ലെങ്കിൽ ഒരു നൗൺ ഫ്രേസിനെ നൗൺ ക്ലോസ് ആക്കി മാറ്റി, ഒരു അജക്റ്റീവിനെ അജക്റ്റീവ് ക്ലോസ് ആക്കി മാറ്റി, ഒരു അഡ്വർബിനെ അഡ്വർബ് ക്ലോസ് ആക്കി മാറ്റിയിട്ടല്ല ആയിരിക്കും. ഈ ലെസൺ യൂസ്ഫുൾ ആയി തോന്നുന്നവർ ഇത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്തു. താങ്ക് യു ഫോർ വാച്ചിങ്.